വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടിയിട്ടുണ്ട്. കൂടല്ലൂരിൽ ക്ഷീരകർഷകൻ പ്രതീഷിനെ കടിച്ചു കൊന്ന കടുവയാണ് പിടികൂടിയത്. പ്രതീഷ് മരിച്ച് 10ാം ദിവസമാണ് കടുവയെ കൂട്ടിൽ ആക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഇപ്പോൾ കടുവയെ കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, എപ്പോഴാണ് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്? ഇപ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? കാരണം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നേരത്തെ മുതൽ തന്നെ നാട്ടുകാർ ഉയർത്തുന്നതാണ്. എന്താണ് വനംവകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനം? അല്പസമയം മുൻപാണ് ഈ കടുവ പ്രതീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ അകലെയുള്ള വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. വലിയ പ്രതിഷേധമാണ് നിലവിൽ ഈ സ്ഥലത്ത് വരുന്നത്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ മുഴുവൻ ആളുകളും ഈ സമീപ തോട്ടത്തിലേക്ക് ഈ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവര് എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ച് കൊല്ലാതെ ഇതിനെ വിടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ 10ാം ദിവസമാണ് ഈ കടുവ നിലവിൽ ഈ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ കുടുങ്ങുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാഗിയിൽ സന്തോഷിന്റെ പശുവിനെ ആക്രമിച്ചു. ഇന്നലെയും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. വനംവകുപ്പ് അതിഊർജിതമായ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ ഈ കടുവയെ ബത്തേരിയിലുള്ള ഈ കടുവ പരിചരണ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക. പക്ഷേ നിലവിൽ ഇവിടെ ഈ കടുവയെ കൊണ്ടുപോകാൻ തടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നാട്ടുകാർ മുഴുവനും ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ ജനങ്ങളെ പ്രതിഷേധത്തെ സമീപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബത്തേരിയിലുള്ള കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗത്ത് ആദ്യം സ്ഥാപിച്ച ഈ കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങുന്നത്. അതിനുശേഷം തന്നെ ഉടൻ തന്നെ ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത് തടയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ കൂട് വെച്ചിട്ടുള്ള ഈ കടുവ കുടുങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആളുകൾ കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ಇಲ್ಲ ಬಾಪುದಾರಿಲ್ಲ